ഏത് പൈസക്കാരന് എന്തിന്റെ അഹങ്കാരം മാറാനുള്ള ഒറ്റ മൂല്യമുള്ളൂ, ഒരു ഒരു വയ്യാഴിക വരുന്നത് ഒരു വൈകായിക വരുന്നത്. അപ്പോഴാണ് നമുക്ക് ചിന്തിക്കുക. ശരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിരിക്കുന്ന പൈസക്ക് ഒരു മൂല്യവും ഇല്ല അല്ലേ? ഒരു മൂല്യമല്ല. പൈസക്കായാലും സ്വത്തിനായാലും എന്ത് മൂല്യമുള്ളത്? ഒരു മൂല്യമല്ല. നമ്മളൊക്കെ ഇതിപ്പോ കുറേ പൈസ ഉണ്ടാക്കി, ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല, നമ്മൾ മരണപ്പെട്ടു, പിന്നെ എന്തിനാ അത് ഉണ്ടാക്കി? ഇത് അനുഭവിക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആഗ്രഹങ്ങൾ തീർക്കുക, കുറച്ച് സേവിങ്സ് എവിടെയെങ്കിലും മാറ്റി വെക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ മില്യണർ ആവണം എന്ന് എടുത്ത് വെച്ചിട്ട് ഇതൊന്നും നമ്മുടെ മരിച്ചു പോയിട്ട് അവൻ്റെ അടുത്ത് കുറെ പൈസ ഉണ്ടാകുന്നു പറഞ്ഞിട്ട് കാലത്തൊക്കെ ആസ്വദിക്കണ്ടേ? അതെ, പിന്നെ ആസ്വദിക്കണം. ഞാനൊക്കെ ആ കഥയിൽ പെട്ടാട്ടോ. പിന്നെ ഇങ്ങനെ പറയും നിങ്ങൾ പൈസ ഭയങ്കര ദൂരത്തടിയാണ്, ഉമ്മ പറയും ഈ ഇങ്ങനെ ചെലവാക്കുകയാണ്. ഞാനെൻ്റെ ആഗ്രഹം നടത്തണു അങ്ങനെ. അതിനകത്ത് കൂടുതൽ ദൂരത്തടിക്കാനും 10-12 കാറൊന്നുമില്ല, ഒരു കാറ്. ആ കാർ ഇപ്പോഴും 3 കൊല്ലമായിട്ട് ആ കാർ തന്നെ. ഈ നമ്മൾ നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പൊ ഉമ്മയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഉമ്മ ഇതുപോലെ ഇത്രയും കഷ്ടപ്പെട്ട് 50 രൂപ കൂട്ടിയുള്ള കഥ. അപ്പോഴും നല്ല കമന്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കണ്ടത് ഉമ്മയുടെ പൊരുത്തം കിട്ടിയ മോൻ എന്തായാലും രക്ഷപ്പെടാതെ പോവില്ല എന്നുള്ളത്. അത് മോനെന്നല്ല, ആരും നമുക്കെന്താ വെച്ചാൽ ഉമ്മാര് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എന്തിൽ കാര്യം പറയുന്നത് വെച്ചാൽ ഉമ്മാരും, അതായത് നമ്മളെ ഉപ്പാരുമാണ് നമ്മുടെ അത് നമ്മുടെ ദുനിയാവിൽ അവരാണ് ഏറ്റവും നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ വൈഫുണ്ട്, ഇപ്പൊ വൈഫിനോട് നമ്മൾ നമ്മൾ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചു നേരം ഇങ്ങോട്ട് ചൂടാവും. പക്ഷെ ഉമ്മാര് ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചൂടാവല് ആസ്വദിക്കുന്ന ആ ചൂടാവല് മിസ്സാവണ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് അവരില്ലാത്തൊരു ടൈം വരെ നമുക്ക് എന്ത് അധികാരം അവരെടുത്തെടുക്കാൻ പറ്റും, ഉമ്മാരാണെങ്കിലും ഉപ്പാരാണെങ്കിലും.